ഹായ് ഓൾ, വെൽക്കം ടു എൽസൂസ് കളക്ഷൻസ്. ഇന്ന് നമുക്കൊരു എഗ് റൈസിൻ്റെ റെസിപ്പി കണ്ടാലോ. ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്, ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ സാധനങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അത് മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, തീരെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഒരു ഹാഫ് സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരു ഗ്ലാസ് അരിക്ക്. അതും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കതിനെ സോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെന്ന് വെച്ചാൽ ആളുടെ കണ്ണിലും മൂക്കിലും പെടരുത് ഈ സാധനങ്ങളൊന്നും. എന്തെങ്കിലും സാധനം വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അവൻ മണത്ത് നോക്കിയിട്ടാണ് അത് കഴിക്കുന്നത്. അപ്പോൾ ഇതൊന്നും കണ്ണിൽ പെടാണ്ടിരിക്കാനാണ് ചെറുതായിട്ട് അരിയണം നമ്മൾ. പിന്നെ അതിലേക്ക് ഞാനൊരു ഹാഫ് ടൊമാറ്റോയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് കുറച്ചൊരു മഞ്ഞൾപ്പൊടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 മുട്ടയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു മുട്ടയും കൂടി ഇടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ അതൊക്കെ. കണ്ടോ, എഗ്ഗും ഞാൻ ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കിന് നമുക്കതിലോട്ട് ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുന്നതേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ നോക്കണം കേട്ടോ. ഞാൻ ചോറ് കുറച്ച് നെയ്യും പിന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ടാണ് വേവിക്കാൻ വെക്കണം. അപ്പോൾ അതൊന്നിലൊന്ന് തൊടാതെ ഇങ്ങനെ വേറിട്ട് കിടക്കും, ചോറ് ഒട്ടത്തില്ല ഒട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ ഇനി ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ബീഫ് അച്ചാറും കൂട്ടിയാണ് അവന് ലഞ്ച് കൊടുത്ത് വിടുന്നത്. ഇന്ന് അച്ചാർ ഞാനങ്ങനെ കൊടുക്കാറില്ല, പക്ഷേ ഈ ബീഫ് അവന് ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് അത് കൂട്ടിയാണ് കൊടുത്തു വിടുന്നത്. എല്ലാവരും റെസിപ്പി ട്രൈ നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.